നമസ്തേ, ഞാൻ മധു ബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡിസംബർ മാസം 2023 ഡിസംബർ മാസം 17-ാം തീയതി കൊല്ലത്ത് വെച്ചിട്ട് എ ഡേ ഫോർ സോൾഫുൾനെസ് എന്നുള്ള പ്രോഗ്രാം നടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ ടെൻഷൻസിലാണ്, ഇപ്പം ബിസിനസ്സിൻ്റെയൊക്കെ തിരക്കിലും ടെൻഷൻസിലൊക്കെ ആയിരിക്കും. എന്തായാലും 2024 നമ്മളുടെ അടുത്ത് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ടെൻഷൻസിനെയൊക്കെ മാറ്റി വളരെയധികം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് ഒരു ഡേ ഫുള്ളായിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചാലോ. എല്ലാ ഡിവൈസുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് തനിച്ച് കുറേ മെഡിറ്റേഷൻസും നമുക്ക് സ്വയം ഒന്ന് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാശയമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ നമ്മളുടെ ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായിട്ട് 7 പോയിൻറ്റുകൾ, 7 ചക്രകൾ, അതുപോലെ തന്നെ മൈനറായിട്ടുള്ള ഒരുപാട് ചക്രാസുണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഈ എനർജിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. ചില ആൾക്കാർ വളരെ പവർഫുള്ളായിരിക്കും, ചില ആൾക്കാരുടെ ബേസിക് ചക്ര വളരെ പവർഫുള്ളായിരിക്കും, ചില ആൾക്കാരുടെ എന്താ പറയുക സെക്ഷൽ ചക്രയായിരിക്കും വളരെ പവർഫുള്ളായിരിക്കുന്നത്, ചില ആൾക്കാർ ഹാർട്ട് ചക്രയായിരിക്കും കൂടുതൽ പവർഫുള്ളായിരിക്കുന്നത്. ഏതാണ്? എല്ലാ ചക്രാസും ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ അതുപോലെ മെൻ്റൽ ഇമോഷണൽ വെൽബീയിങ്സ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചക്രകളെ ഇമ്മീഡിയറ്റായിട്ട് ബാലൻസ് ചെയ്യുന്നതിലേക്കുള്ള മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ മെഡിറ്റേഷൻസൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം, ഇത് ആദ്യം ഒന്ന് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്കിത് മെഡിറ്റേഷനായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള 7 ചക്രാസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. കാരണം ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് എൻഡ് ഓഫ് ദ സ്പൈനൽ കോഡ്, നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ആപ്പിളിൻ്റെ കളറിലുള്ള റെഡ് കളറിലുള്ള ഏതാണ്? ബേസിക് ചക്ര, അല്ലേ? മൂലാധാര ചക്രം. മൂലാധാര ചക്രം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലെ സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഭൂമിയിലെ അതിജീവനം, നമുക്ക് ഇവിടെ സമ്പത്ത്, അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ആത്മവിശ്വാസം, മുന്നോട്ട് പോകാനുള്ള ധൈര്യം, തൻ്റെ ഇടം, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശരിക്കും ബേസിക് ചക്ര പവർഫുൾ ആവുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ബേസിക് ചക്ര പവർഫുൾ അല്ലാത്ത ആൾക്കാർക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാവും, അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഈ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, നാഡീ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബേസിക് ചക്ര വളരെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും, നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യ ലക്ഷണം. അപ്പോൾ ബേസിക് ചക്രയെ ആക്റ്റീവ് ആക്കുന്നതിനുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ ഉപയോഗിക്കേണ്ട ഒരു സൗണ്ടാണ്, മന്ത്രമാണ് ലം, LAM. അപ്പോൾ ഈ ലം എന്ന് പറയുന്ന ഈ ശബ്ദം നമ്മൾ കണ്ണടച്ചിട്ട് ബേസിക് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ചുവന്ന നിറത്തിലുള്ള ഒരു ടെന്നീസ് ബോൾ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഇമാജിൻ ചെയ്തുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കോൺഫിഡൻ്റായി മാറുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ലം എന്ന് പറയുന്ന ശബ്ദം കുറേ നേരം പറയുക. കുറച്ച് തവണ നിങ്ങൾ ആവർത്തിക്കുക, ഒരു 3-4 തവണയൊക്കെ ആവർത്തിക്കാം, വേണമെങ്കിൽ ഒരു 10 തവണ ആവർത്തിക്കാം. അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ലം എന്ന ശബ്ദം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് കൊടുക്കുക. അടുത്തതായിട്ട് ഏതാണ്? അടുത്തതായിട്ട് നമ്മുടെ ജനൈറ്റൽ ഏരിയയുടെ, നമ്മുടെ ലൈംഗിക അവയവത്തിൻ്റെ തൊട്ട് കുറച്ച് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സെക്ഷൽ ചക്ര, അല്ലേ? സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയും. നമ്മുടെ സെക്ഷൽ പവർ, അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾക്ക് ഏത് മേഖലയിലാണെന്ന് നമുക്ക് നല്ല സൃഷ്ടിപരമായ നല്ല കഴിവുകളുണ്ടാവണം, അല്ലേ? ഇമാജിനേഷനും, അതുപോലെ തന്നെ നമുക്ക് നല്ല എനർജിയും, അതുപോലെ മറ്റുള്ളവർ നമ്മളേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് വേണം, അല്ലേ? നമ്മൾ വളരെ കരിസ്മാറ്റിക് ആയിരിക്കണം, എന്നാലല്ലേ ആൾക്കാർ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു സെക്ഷൽ പവർ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്രം ഉള്ളവർക്ക് ആകർഷണീയത വർദ്ധിക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ അവർ വളരെ ക്രിയേറ്റീവ് എനർജി ഉള്ളവരായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സൃഷ്ടിപരമായ എനർജിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മന്ത്രമാണ് വം. ഓക്കെ, വം, VAM. ഈ വം എന്നുള്ള മന്ത്രം പറഞ്ഞുകൊണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ഒരു ടെന്നീസ് ബോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നട്ടലിനോട് ചേർന്ന്
ഓക്കെ, സ്പൈനൽ കോഡിനോട് ചേർന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വം എന്നുള്ള ശബ്ദം കുറേ നേരം റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് ഏതാണ്? നമ്മളുടെ നാവലിന് തൊട്ട് മുകളിൽ പൊക്കിളിന് തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സൂര്യകാന്തി പൂ പോലെയുള്ള ചക്രാസ് അല്ലേ, ആ ചക്രാസിനെ സോളാർ പ്ലെക്ഷ്യസ് എന്നാണ് പറയുന്നത്. ഈ ചക്രാസ് വളരെ പവർഫുള്ളായവരുടെ പ്രത്യേകത എന്തായിരിക്കും? വളരെ കമാൻഡിങ് പവറുള്ളവരായിരിക്കും. അവർക്ക് സ്റ്റേജ് ഫിയർ മുതലായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോഴൊക്കെ അത് ഭയങ്കര പവർഫുള്ളാണല്ലോ, ഓവർ തൊലിക്കെട്ടിയായിരിക്കും എന്നൊക്കെ പറയാം നമ്മൾ. ഭയങ്കരമായിട്ട് ഒന്നിനും ചമ്മലും മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അത് വളരെ പവർഫുള്ളാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ടെൻസ്ഡ് ആണെങ്കിൽ ഏറ്റവും അധികം ഫീൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ വയറിലായിരിക്കും അല്ലേ. പെട്ടെന്നൊരു ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടെൻഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. എന്തായാലും നമുക്ക് ബാധിക്കുന്നത് തീർച്ചയായിട്ടും വയർ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ സോളാർ പ്ലെക്ഷ്യസ് പവർഫുൾ ആകുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ നമുക്കുള്ള ആത്മവിശ്വാസം, നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളൊക്കെ നമ്മൾ കമാൻഡിങ് പവർ, ഇതൊക്കെ നമ്മളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള സോളാർ പ്ലെക്ഷ്യസ് ചക്രയെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പറയേണ്ട മന്ത്രമാണ് RUM. ഓക്കെ, RUM എന്നുള്ള മന്ത്രം കുറേ നേരം നിങ്ങൾ ഉച്ചരിക്കാം. അടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് മുകളിലായിട്ട് ഹൃദയത്തിനോട് ചേർന്ന്, ഹൃദയം അല്ലേ, പച്ച നിറത്തിലുള്ള അനാഹത ചക്ര, ഹാർട്ട് ചക്ര, ഇത് സീറ്റ് ഓഫ് അൺകണ്ടീഷണൽ ലവ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ എന്താ പറയുക, പ്രണയം, അതുപോലെ തന്നെ ആൾക്കാരോട് പൊറുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ വളരെ കോൾഡ് ബ്ലഡഡ് ആയിരിക്കും, ഇതിനോടും ദയാദാക്ഷിണ്യൊന്നും ഇല്ലാത്തവരായിരിക്കും, കഠോര ഹൃദയനായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഹൃദയചക്ര ബ്ലോക്കായിരിക്കും. എന്നാൽ കൂടുതൽ പ്രണയാർദ്രമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, എല്ലാത്തിനോടൊരു സിമ്പതി ഉള്ളവരുണ്ടാവും, ദയ, അനുകമ്പ മുതലായവരൊക്കെ ഉള്ള വികാരങ്ങളുണ്ടാവും. നമ്മളോട് തെറ്റ് ചെയ്താലും ഈസി ആയിട്ട് മറന്നു കൊടുക്കുന്ന, ഫോർഗീവ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അവരുടെ ഹൃദയചക്രം വളരെ വിശാലമായിരിക്കും. അപ്പോൾ നല്ല സ്നേഹം, അവനവനോടുള്ള സ്നേഹം, ഇപ്പോൾ സെൽഫ് ലവ് ആണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ലക്ഷണത്തിൽ കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടാവും? നമ്മൾ നമ്മുടെ ശരീരത്തെ നന്നായി സൂക്ഷിക്കും, നല്ല രീതിയിൽ വസ്ത്രദാനം ചെയ്യും, നന്നായി ഭക്ഷണം കഴിക്കും, നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കില്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായിരിക്കും, നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല, സ്വയം നമ്മളെ പാര വെക്കില്ല അല്ലേ. ആരെ മുന്നിലായാലും നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല. ന്യായീകരിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ന്യായീകരണത്തിന് ഉപരി നമുക്ക് അത് പറഞ്ഞു നിൽക്കാൻ പറ്റും. ആ ഒരു തരത്തിൽ നമുക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടായാലേ മറ്റുള്ളവരോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകത്തുള്ളൂ. സെൽഫ് ലവിലാണ് എല്ലാം തുടങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കാമുകിക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുക? കാരണം നിങ്ങളുടെ റിഫ്ലക്ഷൻസാണ് അവർ. അപ്പം നമ്മളോട് ആദ്യം ഇഷ്ടം വേണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മളുടെ കുറേ ഇഷ്ടങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ സെൽഫ് ലവിൽ തുടങ്ങുക. അപ്പോൾ ഹൃദയചക്രം, പച്ച നിറത്തിലുള്ള ഹൃദയചക്രം ഇങ്ങനെ ടെന്നീസ് ബോളിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട്, ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിട്ട് കാണുക. ആ സമയത്ത് നമ്മൾ പറയേണ്ട മന്ത്രമാണ് YAM എന്നുള്ള മന്ത്രം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ത്രോട്ട് ചക്ര വരുന്നുണ്ട്. ത്രോട്ട് ചക്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ പറയുന്നത് നീല നിറത്തിലുള്ളതാണ്. അപ്പോൾ ഈ ചക്ര വളരെ പവർഫുൾ ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളുടെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകും. മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരിക്കും. നമ്മൾ പറയുന്നവർ മറ്റുള്ളവരിൽ നന്നായിട്ട് ഫലങ്ങളുണ്ടാകും, അത് ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ വിശുദ്ധി ചക്ര നീല നിറത്തിലാണ്. അപ്പോൾ നീല നിറത്തിലുള്ള വിശുദ്ധി ചക്ര യെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ട് കുറേ സമയം നമ്മൾ ഉച്ചരിക്കേണ്ട ശബ്ദമാണ് HUM ഹം എന്നുള്ള ശബ്ദം. ഈ ഹം എന്നുള്ള ശബ്ദം കുറേ നേരം മനസ്സിൽ ഉച്ചരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പവർഫുൾ ആവുന്നതായിട്ടും, ഈ കമ്മ്യൂണിക്കേഷൻ പവർ വളരെ പവർഫുൾ ആകുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് നന്നായി കേൾക്കും. മിക്കവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല, നമ്മൾ അങ്ങോട്ട് പറയുന്നത് അല്ലേ. നമ്മൾ നല്ലൊരു വ്യക്തി ആവണമെന്ന്, നല്ല ഫ്രണ്ട്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്തായിരിക്കണം? മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, അതിനുശേഷം നമ്മൾ സംസാരിക്കുക അല്ലേ. അതുപോലെ നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെ കണക്റ്റ് ആയിരിക്കണം. ഇന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുക തന്നെ വേണം, ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കുക. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങളിലോട്ട് കിടക്കുക. അങ്ങനെ വാക്ക് പാലിക്കുക. വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്ത് വരും? ഒരു ആത്മവിശ്വാസം വരും. ഞാൻ കൊള്ളാമെന്ന് തോന്നും. ഓക്കെ, അടുത്തതായിട്ട്
ഇൻ ബിറ്റ്വീൻ ഐബ്രോസ്, 2 പുരികത്തിനും നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തേർഡ് ഐ ചക്ര. എന്താണ് ഈ തേർഡ് ഐ ചക്രയുടെ പ്രത്യേകത? തേർഡ് ഐ ചക്ര എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. ഇനി എന്ത് ചെയ്യണം, അടുത്ത എന്ത് ചെയ്യണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഏത് മേഖലയിലോട്ട് പോകണം, ആരെ കാണണം, ഇനി എന്താണ് എൻ്റെ നെക്സ്റ്റ് വർക്ക്, കറക്റ്റ് ഇൻഡ്യൂഷൻസ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും, ഈ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല, അതുപോലെ ഈ ചെന്നിക്കുത്ത് പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയിരിക്കും, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഇൻഡിഗോ നിറത്തിലുള്ള ഈ ചക്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പറയേണ്ടത് എന്താണ്, അത് നമ്മളുടെ പിനിയൽ ഗ്ലാൻഡുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇതിനെ ആത്മാവിൻ്റെ വാസസ്ഥലം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ സങ്കല്പിച്ചുകൊണ്ട് ഇൻഡിഗോ നിറത്തിലുള്ള ആ ചക്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഓം എന്നുള്ള ശബ്ദം തന്നെയാണ്. AUM, ഓം എന്നുള്ള ശബ്ദം തന്നെയാണ്. ഓം, OM, ഓം എന്നുള്ള ശബ്ദത്തിലും അത് ഉച്ചരിക്കുക. അതാണ് അതിൻ്റെ മന്ത്രം. പിന്നീട് ഏറ്റവും നമ്മുടെ തലയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്രൗൺ ചക്ര. ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര പത്മം, 1000 ഇതളുള്ള താമരയോടാണ് ഇതിന് ഉപമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള എനർജി, നമ്മളിലൂടെ ഭൂമാതാവിൽ നിന്നുള്ള എനർജി നമ്മളുടെ നട്ടലിലൂടെ കടന്ന് ഡിവൈൻ പവർ പിതാവിലോട്ട് ചേരുന്നു എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഡിവൈൻ പവർ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നമുക്ക് നിലനിന്നാലേ, ഭൂമിയിലെ നമ്മളുടെ എന്താ പറയുക നിലനിൽപ്പ്, ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചാലേ ഡിവൈൻ പവർ വരൂ. ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് മേൽക്കൂര കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളിലുള്ള ആത്മവിശ്വാസം ഉണ്ടായാലേ ദൈവിക ശക്തി നമ്മളിൽ പ്രവർത്തിക്കത്തുള്ളൂ. അതായത് നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം, നിനക്ക് നിൻ്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവണം. നമ്മളൊരു യുണീക്കായിട്ടുള്ള ഒരു ജന്മമാണ്. അപ്പോൾ നമ്മളെപ്പോലെ നമ്മളേ ഉള്ളൂ. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ, പൂന്ത് വിളയാടാൻ വേണ്ടിയിട്ടല്ലേ ആ വാക്ക് ഉപയോഗിക്കുക. അങ്ങനെയാണ് ഭൂമിയിലോട്ട് നമ്മൾ അയച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളില്ലായ്മയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് അത്ഭുതകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചു പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. നമ്മൾ അവരെ ആരാധിക്കാറുണ്ട്. ആ കൂട്ടത്തിലേക്ക് എന്താ നമുക്കും പോയാൽ, ആ കൂട്ടത്തിലേക്ക് എന്താ നമുക്കും ചെന്നാൽ, അപ്പോൾ അത് ചെല്ലണമെങ്കിൽ നമ്മളുടെ ആ ഒരു യുണീക്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവണം. നമ്മൾ ഏത് എന്താ പറയുക കുടുംബത്തിൽ ജനിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് ജാതിയെന്നോ മതമെന്നോ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഒരു വിഷയമല്ല. ഇവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കാത്തത് നമ്മളുടെ ആ ഒരു എന്താ പറയുക മനസ്സിപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ തോന്നും എന്നാൽ എനിക്കും അതുപോലെയൊക്കെ ചെയ്യാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും എന്താവുന്നു, മൂഷിക സ്ത്രീ, പിന്നെയും മൂഷിക സ്ത്രീ. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സഹസ്രാര പത്മം എന്ന് പറയുന്നത് 1000 ഇതളുള്ള താമര. പ്രധാനമായിട്ട് അവിടെ കാണാൻ പറ്റുന്ന പ്രകാശം എന്ന് പറയുന്നത് വൈറ്റ്, അതുപോലെ തന്നെ ഒരു വയലറ്റ് കളർന്ന പ്രകാശമാണ്. ഇതിനെ നമ്മൾ ഓം എന്നുള്ള ശബ്ദത്തോടു കൂടി തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓംകാരം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മന്ത്രം. അതുകൊണ്ട് ഓം എന്ന് തന്നെയാണ് അവിടെയും നമ്മൾ ചാൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞിരിക്കുന്ന ഓരോ ചക്രാസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മന്ത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ആദ്യം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ സ്വസ്ഥമായിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തിട്ട് എല്ലാ ചക്രങ്ങളെയും കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, അതിൻ്റെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. ഗ്രാജ്വലി അത് വളരെ പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.